ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഓണാശംസകളും നല്ലൊരു നബിദിനാശംസകളും നേരുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണ്ടെന്ന് വെച്ചതാണ്ടാ. ഒരു വൃത്തികെട്ടവന്റെ വീഡിയോ ആണ്. വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ ചാണക സംഖ്യന്റെ വീഡിയോ. 2 ദിവസം തന്നെ ഇതേ സംഖ്യയുടെ ഒരു ചൊറിച്ചിൽ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇത് കണ്ടപ്പോ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ചെയ്തതാണ്. സംഭവം എന്താ വെച്ചാല് തിരൂർ RSSന്റെ ഗണഗീതം പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചൊരു കേസ് ഉണ്ടല്ലോ. ആ കേസിനെ ഇവ വന്നിങ്ങ് വെളുപ്പിക്കുന്നു. ഗണഗീതം പാടിയത് തെറ്റില്ല, അത് മുസ്ലിം കുട്ടികൾ പാടിയത് അതിലേറെ നല്ലതെന്നാണ് ഈ പരനാറി പറയുന്നത്. ഈ പരനാറി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. ബാ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. ഈ വാർത്തയ്ക്ക് ആധാരമായ സംഭവം നടക്കുന്നത് ഇന്നല്ല, ഏതാണ്ട് 3 ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ്. അത് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ തിരൂർ ആലത്തിയൂർ KHMH സ്കൂളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ് പാടിയിരിക്കുന്ന ഒരു ദേശഭക്തി ഗാനം പിന്നീട് വലിയ വിവാദമാകുന്നു. എങ്ങനെ എപ്പോ ദേശഭക്തി ഗാന? നിന്റെ സംഘിയുടെ ഗണഗീതം ദേശഭക്തി ഗാന? അത് എപ്പോഴാക്കിയത്? അത് നിനക്കും നിന്റെ സംഘികൾക്കും ആയിരിക്കും. അത് നിങ്ങൾ 4 മടക്കിയിട്ട് നിന്റെയൊക്കെ വീട്ടിലിരുന്ന് സ്വയം അങ്ങ് പാടി രസിച്ചോട്ടാ. അത് മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കാൻ എന്തായാലും നോക്കണ്ടാട്ടാ. നീ സംഘികളെ സുഖിപ്പിച്ച് ജീവിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നീ സംഘികളെ പരമാവധി അങ്ങ് സുഖിപ്പിച്ചോ. പക്ഷെ സംഘികൾ വരെ ഇതുവരെ പറഞ്ഞില്ല ഇത് ദേശഭക്തി ഗാനമാണെന്ന്. സംഘികൾ വരെ ന്യായീകരിക്കാത്ത രീതിയിൽ അങ്ങ് വന്ന് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നിൽക്കല്ല കേട്ടോടാ ചാണക പണിക്കറെ. അല്ലെങ്കിൽ തന്റെ ചാണക സംഖ്യക്ക് എന്ത് ദേശഭക്തി ഗാനം? അതിനെ തുടർന്ന് DYFIയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശസ്നേഹികളായിട്ടുള്ള SDPIയും ഒക്കെ ഈ സ്കൂളിലെത്തുന്നു. അവർ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ ആ സ്കൂളിന്റെ ചുമതലയിലുള്ള SDPIയും DYFIയും മാത്രമല്ല, മുസ്ലിം ലീഗും അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിനി. അത് ഇവൻ കാണൂല. കാരണം ഉണ്ടല്ല, ഇവനും ഇവന്റെ ചാണക സംഖ്യകൾക്കും RSSനെ എതിർക്കുന്ന എല്ലാവരും സുഡാപ്പികളാക്കണം. സുഡാപ്പികളായി കഴിഞ്ഞാല് ഇവനൊരു മനസമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ചാണക സംഖ്യ നീ എന്ത് സുഡാപ്പികളാക്കിയാലും ശരി, RSSനെ നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള പല വിദ്യാലയങ്ങളിലും ദേശഭക്തി ഗാനങ്ങൾ കുട്ടികൾ ആലപിക്കാറുണ്ട്. എത്രത്തോളം ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാകുന്നു അത്രയും നല്ലത് എന്നാണ് നമ്മളെല്ലാവരും പൊതുവെ കരുതുക. സാധാരണയായി നമ്മളിങ്ങനെ ആലപിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും പരിചയവുമുണ്ട്. അവിടേക്കാണ് തിരൂരിലെ ഈ സ്കൂളിലെ ഒരുപറ്റം വിദ്യാർത്ഥിനികൾ. അവരെല്ലാവരും തലയിൽ തട്ടം ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം തന്നെ ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് അവിടെ പാടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മുൻ പരിശോധനകളും ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ ഒരു വീഴ്ച, ജാഗ്രത കുറവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് അവിടുത്തെ സ്കൂളിന്റെ ചുമതലയിലുള്ള ബിന്ദു എന്ന അധ്യാപിക പറയുന്നത്. ആ അധ്യാപിക പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ വേണ്ടി നമ്മളാരും ചാണകം തിന്ന ചാണക സംഖ്യകളല്ല ചാണക പണിക്കറെ. അതിന്റെ പിന്നിൽ ഒരു വലിയൊരു ചാണക അധ്യാപകന്റെ കൈയുണ്ടെന്ന് നമുക്കെല്ലാം മനസ്സിലായിന് കേട്ടാ. പിന്നെ താനൊരു കാര്യം സമ്മതിച്ചല്ല, മുസ്ലിം വിദ്യാർത്ഥിനികളെ കൊണ്ട് തന്നെയാണ് പാടിപ്പിച്ചതെന്ന്. അതിന്റെ ഉദ്ദേശവും നമുക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട് കേട്ടാടാ നാറി ചാണക പണിക്കറെ. ആ പാവപ്പെട്ട കുട്ടികൾക്ക് അറിയില്ല ഇത് ചാണകങ്ങളുടെ ഗണഗീതമാണെന്ന്. അറിയുമായിരുന്നെങ്കിൽ ആ കുട്ടികൾ അപ്പം തന്നെ എടപ്പാള ഓട്ടോ ഓടിച്ചിട്ടുണ്ടാവും. ആ ചാണക അധ്യാപകന കേട്ടാ ചാണക പണിക്കറെ. എന്തായാലും ഈ വരികൾ എന്തൊക്കെയാണ്, ഈ ഗണഗീതം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം നോക്കേണ്ടത്. ഈ ഗാനം പരമപവിത്രമതാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ആർക്കും കൃത്യമായ ബോധ്യമില്ല. സാധാരണഗതിയിൽ RSSന്റെ ഗണഗീതങ്ങൾക്കൊന്നും തന്നെ അത് എഴുതിയിരിക്കുന്ന ആൾക്കാർ അതിന്റെ ക്രെഡിറ്റ് വെക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് RSSന്റെ ഭാഗമായിട്ട് നിരവധി ശാഖകളിലും മറ്റും അവരിങ്ങനെ പാടുകയാണ്. അത് ആരാണ് എഴുതിയതെന്നോ എന്നാണ് ആ ഗാനം ഉണ്ടായത് എന്നുള്ള ഒരു രേഖയും അവരങ്ങനെ സൂക്ഷിക്കാറില്ല. അതായത് അത് ഒരു സമൂഹത്തിന്റെ ഗാനമായി മാറുന്നു എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അതല്ലാതെ അതിനൊരു ക്രെഡിറ്റോ ഓതർഷിപ്പോ ഒന്നും തന്നെ ആരും കൊടുക്കാറില്ല എന്നുള്ളതാണ്. അത് സത്യട്ടാ. ഈ ചാണക സംഖ്യകൾക്ക് സ്വന്തമായിട്ട് ഒരു സാധനവും ഇല്ല. ആരാന്റെ സാധനം കൊണ്ടുപറ്റി അത് നമ്മളതാന്ന് പറഞ്ഞു നടക്കാനേ ഈ ചാണക സംഖ്യകളെ കൊണ്ട് പറ്റൂ. നിങ്ങൾ കണ്ടില്ലേ, കള്ള വോട്ട് ചെയ്തിട്ട് ഭരണം പിടിച്ചെടുക്കുക, പിന്നെ EDനെ കൊണ്ടുവന്നിട്ട് കള്ളക്കേസ് എടുപ്പിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് പാർട്ടി മാറ്റിക്കുക, കാല് മാറ്റിക്കുക. ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കും സംഖ്യകൾ ബെസ്റ്റാണ്. പിന്നെ സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത ഈ സംഖ്യകൾ നമ്മുടെ രാജ്യത്തിന് തന്നെ സ്വന്തമായിട്ട് ഒരു സാധനവും ഇല്ലാണ്ടാക്കി. എന്തിന് സ്വന്തമായ ഒരു പ്ലെയിന് വരെ ഇല്ലാത്ത രാജ്യമായിട്ട് നമ്മൾ ഇന്ത്യനെ ആക്കിയതിൽ ഈ സംഖ്യകൾക്ക് വലിയൊരു പങ്കാണ്. ഇവർക്കോ സ്വന്തമായിട്ടൊന്നുമില്ല. ഇനി നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതൊക്കെ വിറ്റ് തുലക്കുക, എന്നിട്ട് രാജ്യത്തിനും ഒന്നും ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചാണക സംഖ്യയുടെ പരിപാടി. എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം പള്ളിന്റെ അടിയിൽ പോയിട്ട് പറയും അതിന്റെ ഉള്ളിൽ അമ്പലമുണ്ട്, അതും നമ്മളതാണ്, അതും നമ്മളതായിട്ട് വർഗീയ കലാപം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികളാണ് സംഖ്യക്ക് സ്വന്തമായിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഒരു സാമാനവും ഈ ചാണക സംഖ്യക്ക് സ്വന്തമായിട്ടില്ല. അത് ചാണക പണിക്കർ പറഞ്ഞത് സത്യമാണ്. നമുക്ക് ചാണക പണിക്കരുടെ അവസാനത്തെ ചാണക തള്ളു കേട്ടിട്ട് വരാം.
അതുകൊണ്ട് തന്നെ പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള ഈ ഗാനം പാടുന്നതിന് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അത് കേൾക്കുന്നതിന് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൈറ്റ് വിങ് ആശയം ഒന്നും തന്നെ ഒളിച്ചു കടത്തുന്നതോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പരിപാടിയുമില്ല. പിന്നെ എനിക്ക് ഇവിടെ അഭിനന്ദിക്കേണ്ടത് ഈ പാട്ട് പാടിയിരിക്കുന്ന കുട്ടികളെയാണ്. കാരണം SDPയിൽ നിന്നും DYFയിൽ നിന്നും ഒക്കെയാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ ഒരു പാട്ട് അവിടെ പാടിയിരിക്കുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം കുട്ടികളാണ് എന്നാണ്. അങ്ങനെ മതപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ എല്ലാവരോടും സാഹോദര്യം സൂക്ഷിക്കുന്ന, നമ്മുടെ രാജ്യത്തിനെ പ്രകീർത്തിക്കുന്ന ദേശഭക്തി ഗാനങ്ങളെ അത് എഴുതിയിരിക്കുന്നത് ആരാണെന്നോ അത് പാടുന്നത് ആരാണെന്നോ ഒന്നും തന്നെ ചിന്തിക്കാതെ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതിനെ സർവാത്മന സ്വീകരിക്കാനുള്ള ആ കുട്ടികളുടെ മനസ്സിനെ, അത് ഈണത്തിൽ പാടാനുള്ള അവരുടെ താളബോധത്തിനെയൊക്കെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു, നമസ്കരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഈ പാട്ടിൽ എന്ത് തരത്തിലുള്ള പ്രശ്നമാണുള്ളത് എന്ന് ദയവ് ചെയ്ത് DYFയുടെ നേതാക്കളോ ഈ ദേശസ്നേഹികളായിട്ടുള്ള SDPയുടെ നേതാക്കന്മാരോ ഒക്കെ നമ്മളോട് പറഞ്ഞു തരേണ്ടതാണ്. അത് RSS പാടുന്നത് അവരുടെ ദേശീയബോധമാണ്. നിങ്ങളതിനെ എതിർക്കുന്നത് നിങ്ങളുടെ ദേശീയബോധം എത്രയുണ്ട് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് എന്ന് മാത്രം നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നീ RSSന്റെ ദേശീയബോധം നമ്മളെ പഠിപ്പിക്കണ്ട കേട്ടടാ ചാണക സംഘി പണിക്കറേ. നീ ഇപ്പം പറഞ്ഞില്ലേ ആ ഗണഗീതം പാടി, ഒന്നും അറിയാതെ ഗണഗീതം പാടി ആ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്കാണോ ദേശീയ ബോധമുള്ളത്, അവർക്കാണോ സാഹോദര്യവും വിവരവും ബുദ്ധിയും ഉള്ളത്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു RSS അധ്യാപകൻ, ഒരു ചാണക അധ്യാപകൻ നടത്തിയ ശ്രമം അവർ അതുപോലെ പൊളിച്ചത്. അവർ അതിനെ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. അല്ലാണ്ട് ചാണക സംഖ്യ പ്രതികരിച്ചത് അവരങ്ങനെ ഒരു കലാപം ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ണിലെണ്ണയിച്ച് കാത്തിരിക്കുമായിരുന്നു നീയും നിന്റെ കൂടെയുള്ള ചാണക സംഖ്യകൾ. പക്ഷെ അതൊക്കെ പൊളിച്ച് കൈ കൊടുത്ത് ആ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾ, അവർക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. കെട്ടടാ ചാണക പണിക്കറ. അങ്ങനെ ദേശീയ ബോധമുള്ള അന്തസ്സുള്ള ആൾക്കാരാ നിങ്ങൾ കണ്ടല്ല. ആ കുട്ടികളുടെ ആദ്യമേ പറയണമായിരുന്നു ഇത് RSSന്റെ ഗണഗീതമാണെന്ന്. അത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളെ ചാണക അധ്യാപകൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവനറിയാം ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പാടൂല. കാരണം ആ പറഞ്ഞ RSS കാരന് തന്നെ ഒരു തോന്നലുണ്ട് ഇതെന്തോ ഒരു വേണ്ടാത്തൊരു പാട്ടാണെന്ന്. ആ അധ്യാപകന് തന്നെ ബോധമുണ്ട്. എന്തിന്? തനിക്ക് തന്നെ ബോധമില്ലട ചാണകപ്പണിക്കറെ. താനൊരു RSS കാരനാന്ന് എവിടെയെങ്കിലും ധൈര്യത്തോടുകൂടെ ആത്മാഭിമാനത്തോടുകൂടി പറയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? താൻ ചാണകമായിട്ട് പോലും പച്ച ചാണകമായിട്ട് പോലും താൻ എവിടെയും സമ്മതിക്കുന്നില്ല താനൊരു RSS കാരനാണെന്ന്. തനിക്ക് പോലും അറിയാം അതൊരു നാറ്റമുള്ള സാധനമാണെന്ന്, അത് ചീഞ്ഞ് നാർന്ന സാധനമാണെന്ന്. അങ്ങനെ തനിക്ക് പോലും ബോധമില്ലാത്ത, തനിക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു ടീമിന്റെ പാട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് താനിപ്പോ പറയുന്നു അതൊരു ദേശഭക്തി ഗാനമാണെന്ന്. എന്ത് ദേശഭക്തി ഗാനടോ? സംഘികൾക്ക് എന്ത് ദേശഭക്തി ഗാനം? സംഘികൾക്ക് എന്ത് സ്വാതന്ത്ര്യ സമരം? എവിടെ പങ്കെടുത്തടോ? എവിടെയുണ്ട് അവര്? ഇങ്ങനെ കുമ്മനടിക്കാനല്ലാണ്ട് വേറെന്താണോ ഈ RSSകാരെ കൊണ്ട് സാധിക്കുന്നത്? എന്തിനോടോ നമ്മളെ ദേശീയ ഗാനവും ദേശീയ പതാകയും മാറ്റി ഈ ഗണഗീതമാക്കാനും ഇവരുടെ കാവി കൊടിയാക്കാനും ശ്രമിക്കുന്ന ചാണക സംഘികളല്ലടോ താനും തന്റെ കൂടെയുള്ള നാറികളും. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഷൂ നക്കിയ പാരമ്പര്യമുള്ള RSSന്റെ ദേശസ്നേഹവുമായിട്ട് അവരെക്കാളുമേറെ ഷൂ നിൽക്കുന്ന താനും ദേശഭക്തി ഗാനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ദേശഭക്തരുടെയും കാര്യവും പറഞ്ഞു വരാൻ പാടില്ല കേട്ടോടാ ചാണക പണിക്കറെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് എന്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ ചാണക സംഘിയുടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ബുദ്ധി നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാന്യമായി പ്രതിഷേധിച്ചതിന് അങ്ങനെ കണ്ണിൽ എണ്ണയടിച്ചിട്ട് ചാണകം തിന്നാൻ കാത്തിരിക്കുന്ന ഇതുപോലുള്ള ചാണകപ്പണിക്കറി ഇനി അങ്ങോട്ടുള്ള കാലവും ഇളിഭ്യരായിട്ട് പണ്ടാരടങ്ങിപ്പോട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.